ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു KS Mentor. ഇന്ന് എല്ലാവർക്കും അത്യാവശ്യം സന്തോഷമുള്ളൊരു ദിവസമായിരിക്കും അല്ലേ? ഒരുപാട് കാലമായി നമ്മൾ കാത്തിരുന്ന LSCS എക്സാമിൻ്റെ ഒക്കെ ഡേറ്റ് PSC പുറത്തുവിട്ടിരിക്കുകയാണ്. സോ അത്യാവശ്യം എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി വേണ്ടുന്ന സമയമായി. ഇപ്പോൾ എക്സാം നടക്കും, കൺഫർമേഷൻ്റെ സമയം എപ്പോൾ, ഹോൾ ടിക്കറ്റ് എപ്പോൾ വരും, എക്സാമിൻ്റെ സമയം, ഇനി എത്ര ദിവസമുണ്ട് എക്സാമിന്, എങ്ങനെ പഠിക്കും, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒരു ജനറൽ ഐഡിയ തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ലക്ഷ്മി. സോ നമുക്ക് നോക്കാം ഈ എക്സാമിനെ കുറിച്ച് നിങ്ങൾ വിട്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ആദ്യമായിട്ട് നമ്മൾ ഈ LSCS SI എക്സൈസ് ഇൻസ്പെക്ടർ ആൻഡ് കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ വേറെയും 2 പോസ്റ്റുകളും കൂടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാം ഡേറ്റ്സ് ആണല്ലോ ഇപ്പോൾ വന്നത്. 2 സ്റ്റേജസിൻ്റെ ഡേറ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് നടക്കുന്നത് ഏപ്രിൽ 13-ാം തീയതിയും രണ്ടാമത്തെ സ്റ്റേജ് നടക്കുന്നത് ഏപ്രിൽ 27-ാം തീയതിയാണ്. മൂന്നാമത്തെ സ്റ്റേജിനെ കുറിച്ച് നമുക്ക് പരാമർശമൊന്നും കിട്ടിയിട്ടില്ല. ചിലപ്പോൾ മെയ്യിൽ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനുമുള്ള ചാൻസ് ഉണ്ട്, നമുക്കിപ്പോൾ അറിയില്ല. വി ആർ എക്സ്പെക്ടിങ് ദാറ്റ് ദർ മൈറ്റ് ബി എ ചാൻസ് സ്റ്റേജ് 3 ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. സോ ഏതൊക്കെ പോസ്റ്റിനാണ് ഈ സ്റ്റേജ് 1 സ്റ്റേജ് 2 എന്നുള്ള ഈ സെഗ്രിഗേഷൻ ഏതൊക്കെ പോസ്റ്റിന്റെ കാര്യത്തിലാണ് എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി കൂടെ നമുക്ക് വേണം. ഇനി ഈ എക്സാംസിന് അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ അവർ വിഷമിക്കേണ്ട കാര്യമില്ല. ജനുവരി 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സൗകര്യം കേരള PSCയുടെ തുളസി വെബ്സൈറ്റിലുണ്ട്. സോ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ പോയി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സോ ഏതൊക്കെ പോസ്റ്റാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ നോക്കാം. 544/2023 ആണ് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ. സ്റ്റേറ്റ് വൈഡ് ആണ് ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറിയുടെ LSCSന്റെ ഇതൊക്കെ ജനുവരി 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ LSCS എക്സാം ഡേറ്റ് കഴിഞ്ഞിട്ടില്ല, എന്തായാലും പോയിട്ട് അപ്ലൈ ചെയ്യുക വിട്ടുപോയവർ. ആൻഡ് ദിസ് ഈസ് ഓൾസോ എന്താ സ്റ്റേറ്റ് വൈഡ് ആണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ. ആൻഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഓപ്പൺ മാർക്കറ്റ് ആണ്, ഇതും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ആൻഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഫ്രം പോലീസ് വിജിലൻസ്, ഇതും എന്താണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇതിൻ്റെയൊക്കെ നമ്പർ 571/2023 ആണ് LSCSന്റെ, 572, 573 ആണ് സബ് ഇൻസ്പെക്ടറിന്റെ. ഇനി ഇത് കൂടാതെ 574, 575, 576. 574 എന്ന് പറയുന്നത് വീണ്ടും സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ ആണ്. KCP ഗ്രാജുവേറ്റ് ഫ്രം PCHCയുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. അടുത്തത് ആംഡ് പോലീസ് SIയുടെ ഓപ്പൺ മാർക്കറ്റ് ആണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. വീണ്ടും ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ലൈക്ക് HCPC പോലീസ് വിജിലൻസിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇത് 574, 575, 576/23 2023 ആണ് ഈ പറഞ്ഞ എക്സാംസിന്റെ നമ്പർ, കാറ്റഗറി നമ്പർ. ഇനി ഇത് കൂടാതെ ഒരു സെറ്റ് ഓഫ് എക്സാംസ് കൂടെ ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു IBPS ഒന്നും എഴുതാതെ നമുക്ക് നേരെ ഒരു അസിസ്റ്റന്റ് മാനേജർ ലെവലിൽ എത്താൻ പറ്റുന്ന ബെസ്റ്റ് എക്സാം ആണ്. അപ്പോൾ അതിനും എന്താണ് ആ ഒരു ഭാഗത്തേക്കുള്ള എക്സാംസിനും കൂടെ ചേർത്തിയിട്ടുള്ള ഒരു എക്സാം ഷെഡ്യൂളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അസിസ്റ്റന്റ് മാനേജറിൻ്റെ ഒക്കെ ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് കഴിഞ്ഞു പോയി. ബട്ട് അപ്ലൈ ചെയ്തവരെ കൺഫർമേഷൻ കൊടുക്കുന്നതിനെ പറ്റിയാണ് ഇനി ചിന്തിക്കേണ്ടത്. സോ അതിനും കാറ്റഗറി നമ്പർ ഓർത്ത് വയ്ക്കുക. നിങ്ങൾ 431/2023 അസിസ്റ്റന്റ് മാനേജർ, 434/2023 അസിസ്റ്റന്റ് മാനേജർ. ഇത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ്. പിന്നെ ഈ 2 പോസ്റ്റുമുണ്ട്, മാർക്കറ്റിംഗ് ഓർഗനൈസറും മാർക്കറ്റിംഗ് ഓർഗനൈസർ സൊസൈറ്റി കാറ്റഗറി. ഇത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റും ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും ആണ്. 527, 528. ഏകദേശം നിങ്ങൾ എക്സാം കലണ്ടർ നോക്കുവാണെങ്കിൽ സീരിയൽ നമ്പർ 70 തൊട്ട് സീരിയൽ നമ്പർ 80 വരെയുള്ള എക്സാംസ് ആണ് കോമൺ ഡിഗ്രി പ്രിലിമിനറി എക്സാമിന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാറ്റഗറി നമ്പേഴ്സ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിൽ LSCS ആണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ജനുവരി 31 വരെ അപ്ലൈ ചെയ്യാനുള്ള അവസരമുള്ളത്. സോ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, മറക്കാതെ പോയി അപ്ലൈ ചെയ്യാം. ഇനി വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മളെല്ലാവരും എക്സാമിനൊക്കെ അപ്ലൈ ചെയ്തല്ലേ? ഇനി നമുക്കറിയാം കേരള PSCക്ക് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ആ എക്സാം എഴുതുന്നതിന് കൺഫർമേഷൻ കൂടെ കൊടുക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലേ? അപ്പോൾ ഈ സ്റ്റേജ് 1 ആയാലും ശരി, സ്റ്റേജ് 2 ആയാലും ശരി, ഏത് കാറ്റഗറി നമ്പർ നമ്മളിപ്പോൾ കാണിച്ച 10 കാറ്റഗറി നമ്പറിൽ ഏതും ആയിക്കോട്ടെ, ഈ കൂട്ടത്തിൽ അപ്ലൈ ചെയ്ത എല്ലാവരും ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 20 വരെ നിർബന്ധമായിട്ടും കൺഫർമേഷൻ കൊടുത്തിരിക്കണം. നിങ്ങൾ ഏത് സെഗ്മെന്റും ആയിക്കോട്ടെ, സ്റ്റേജ് 1ഓ സ്റ്റേജ് 2ഓ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സ്റ്റേജ് 3ഓ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ഇറ്റ് ഷാൽ ബി ആ വൺ ടൈം കൺഫർമേഷൻ. ഇങ്ങനെ നമ്മൾ കൺഫർമേഷൻ ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 20 വരെ കൊടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് പിന്നീട് എക്സാം എഴുതാൻ പറ്റില്ല. യു വിൽ ബി ഇൻഎലിജിബിൾ. സോ മേക്ക് ഷുവർ ദാറ്റ് ഫെബ്രുവരി 1 തൊട്ട് ഫെബ്രുവരി 20 ഇടയ്ക്ക്
നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ കാറ്റഗറി കോഡ്സിൽ എക്സാം നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺഫർമേഷൻ കൊടുക്കാൻ മറക്കാതിരിക്കുക. ഇത് ടു നോട്ട്, ഈ ഡേറ്റ്സ് എന്തായാലും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. കൺഫർമേഷൻ കൊടുത്തു. ഇനി അടുത്ത നമ്മുടെ കൺസേൺ എന്താണ്? ഹാൾ ടിക്കറ്റ് എപ്പോഴായിരിക്കും? ഏകദേശം സ്റ്റേജ് 1കാർക്ക് മാർച്ച് 30 മുതൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റേജ് 2കാർക്ക് ഏപ്രിൽ 12 മുതലും PSCയുടെ സൈറ്റിൽ നിന്ന് ഹാൾ ടിക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഹാൾ ടിക്കറ്റ് കഴിഞ്ഞ് നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം എന്താ? എക്സാമിൻ്റെ സമയത്തെക്കുറിച്ച്. എത്ര നേരമാണ് ഈ കോമൺ ഡിഗ്രി പ്രിലിംസ് എക്സാം? 1 hour 15 minutes അഥവാ 75 minutes ആണ് കോമൺ ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ ടൈം ഡ്യൂറേഷൻ. ആൻഡ് ഇനി എത്ര ദിവസമുണ്ട് എക്സാമിനെന്ന് വെച്ചാൽ ഇന്നേക്കും കൂടെ ചേർത്ത് 80 ദിവസമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഫസ്റ്റ് സ്റ്റേജ്, അതായത് നമ്മുടെ കോമൺ ഡിഗ്രി പ്രിലിംസിൻ്റെ സ്റ്റേജ് 1 തുടങ്ങാൻ ഇനി 80 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. റൈറ്റ്. സോ 80 ദിവസം മുമ്പിലുണ്ട്. നമുക്ക് പോസിറ്റീവായിട്ട് ഇതിനെ കാണാം, ചില ആൾക്കാർക്ക് നെഗറ്റീവായിട്ടും കാണാം. പോസിറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ എന്താ, നമുക്കിനിയും 80 ദിവസമുണ്ട്. ഒരു 80 ദിവസം മതി സത്യം പറഞ്ഞാൽ. പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ, പ്രോപ്പർ സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾ മുമ്പോട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 75 ദിവസം കൊണ്ട് തന്നെ എന്താ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഒരു 75 days ഡിഗ്രി പ്രിലിംസ് പ്ലാനുമുണ്ട്. ഇനി അതുകൂടാതെ ഞാനിവിടെ ഒന്ന് ബ്രീഫ് ചെയ്യുന്നുമുണ്ട്. തന്നെ പഠിക്കുന്ന ഒരു സെറ്റ് ഓഫ് കൂട്ടുകാർ എന്തായാലും നമുക്കുണ്ടാവും. അവർക്ക് എന്താണ് ഈ സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് തീർച്ചയായിട്ടും നമ്മുടെ സിലബസിനെ കുറിച്ച് നല്ലൊരു ധാരണ അവർക്ക് ഉണ്ടായിരിക്കണം. സബ്ജക്ട്സ് ഏതൊക്കെ സബ്ജക്ട്സ് ആണ്, ഓരോ സബ്ജക്റ്റിന് ഡെപ്ത് എത്ര വരെ പോകുന്നു എന്നുള്ളത് എന്താ സിലബസ് നോക്കിയാൽ ഒരുവിധം നമുക്ക് ഐഡിയ കിട്ടും. സോ യു ഷുഡ് ബി വെരി മച്ച് തറോ വിത്ത് സിലബസ്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ഹൈ യീൽഡിങ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. പ്രിലിംസ് ഈസ് എ ഗെയിം ഓഫ് എലിമിനേഷൻ. സെലക്ഷൻ്റെ പ്രോസസ്സ് അല്ല പ്രിലിംസ്. സത്യം പറഞ്ഞാൽ എന്താ, പ്രിലിംസ് ഈസ് എ ഗെയിം ഓഫ് എലിമിനേഷൻ. ഒരു കട്ട് ഓഫിന് മേലിലുള്ള എല്ലാവരെയും അടുത്ത സ്റ്റേജിലേക്ക് എടുത്തിടുന്ന ഒരു എക്സാം മാത്രമാണ് പ്രിലിംസ്. ആ കട്ട് ഓഫ് കടക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. അപ്പോൾ ഈസി ആയിട്ട് കട്ട് ഓഫ് എങ്ങനെ കയറാം, ഏറ്റവും ഹൈ യീൽഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ്, സബ്ജക്ട്സ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ ജനറൽ സ്റ്റഡീസ് സബ്ജക്ട്സ് ആണ്. പോളിറ്റി, എക്കോണമി, ജോഗ്രഫി പോലെയുള്ള സബ്ജക്ട്സ് ആണെങ്കിലോ അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്യുക. ആ ഭാഗങ്ങൾ വളരെ ക്ലാരിറ്റിയോടെ പഠിക്കുക. ഇത്തരത്തിൽ ഈ ഏരിയാസ് നിങ്ങൾക്ക് ഏതാണെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ദ ട്രൂത്ത് സീരീസിൽ ടോപ്പേഴ്സ് പോളിറ്റി പഠിക്കുന്നത് എങ്ങനെ, ടോപ്പേഴ്സ് എക്കോണമി, ടോപ്പേഴ്സ് ജോഗ്രഫി എന്ന് പറഞ്ഞ് നമ്മളൊരു സീരീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 8 പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നൊക്കെ കാണാം. സോ ആ വീഡിയോ തന്നെ പഠിക്കുന്നവരും അല്ല നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവരും അത് കാണുക. നിങ്ങളുടെ പ്രയോറിറ്റി ഏരിയാസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക. അടുത്ത നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നത് എന്താ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെയധികം തറോ ആയിട്ട് പഠിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വന്നിട്ടുണ്ട്, ഏതൊക്കെ തരത്തിലാണ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്, PSC ഏത് തരത്തിലാണ് ചിന്തിച്ചിട്ടുള്ളത് എന്നുള്ളതിനൊക്കെ നമുക്ക് ആകെയുള്ള ഐഡിയ തരുന്നത് ആരാ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ തറവായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക. ഗെയിം ഓഫ് PYQ എന്ന് നമുക്കൊരു സെഗ്മെൻ്റ് ഉണ്ട്. അതിൽ നമ്മൾ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പോപ്പുലർ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും പോയി നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആയിരിക്കും. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നമ്മൾ പഠിച്ചു, ഓക്കെ, സിലബസ് കണ്ടു, ബുക്ക് വായിച്ചു, എല്ലാം ചെയ്തു, പക്ഷെ അത് മതിയാവുമോ? ഇല്ല. ഈ എക്സാം എന്താ പറയുന്നത്, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എക്സാം ആണ് അല്ലേ. സോ ഇത് ചെയ്യുന്നതിനും ഒരു രീതികളുണ്ട്. ആ ഒരു രീതി നമുക്ക് തഴക്കം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? നല്ല ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുക, പ്രാക്ടീസ് മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. ഇപ്പോൾ കേസ് മെറ്റീരിയൽ വരുവാണെങ്കിൽ നമ്മളുടെ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. അല്ല നിങ്ങളുടെ കൈവശമുള്ളതാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ശരിയും തെറ്റുകളും നിങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്യുക. വീണ്ടും റിവൈസ് ചെയ്യുക. ഒരു തവണ പഠിച്ചത് കൊണ്ട് ആയില്ല, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്കെന്താ തറവാകുന്നത്. ഒരു 10 പേജുള്ള ബുക്ക് എന്താ 10 തവണ വായിക്കുന്നതാണ് എപ്പോഴും ഈൽഡ്. അല്ലാതെ 10 ബുക്ക് ഒരു തവണ വായിക്കുന്നതിലല്ല നിങ്ങൾക്ക് ഈൽഡ് ഇരിക്കുന്നത്. ആ ഒരു 10 പേജ് 10 തവണ വായിച്ച് നിങ്ങൾ തറമാകുന്നതിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. സോ റിവിഷൻ ഈ ഭാഗം ഒരിക്കലും വിട്ടുപോകരുത്. പ്രാക്ടീസ് ചെയ്യുക, റിവൈസ് ചെയ്യുക, വീണ്ടും റിവൈസ് ചെയ്യുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സക്സസ് മന്ത്രം ആവേണ്ടത്. ആൻഡ് ലാസ്റ്റ്ലി, ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് എന്തായാലും ഇത് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ നമ്മൾ എത്തിയില്ലേ, ഇനിയും നിങ്ങൾക്ക് ഈ ഒരു കോൺഫിഡൻസോട് കൂടെ മുമ്പോട്ട് പോയാൽ എന്താ, തീർച്ചയായിട്ടും യു വിൽ ബി ഏബിൾ ടു ക്രാക്ക് യുവർ എക്സാം. ഇനി ഇങ്ങനെ സെൽഫ് സ്റ്റഡി അല്ലാതെ ഇപ്പോൾ പലതരത്തിലുണ്ടാവുമല്ലേ ആൾക്കാരും. ഇപ്പം ഫുൾ ടൈം പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തവരുണ്ടാവാം, ജോലിക്ക് പോകുന്നവരുണ്ടാവാം,
വീട്ടമ്മമാരുണ്ടാവും, അല്ലെങ്കിൽ എന്താ സ്റ്റുഡൻസ് ഉണ്ടാവും, ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം. അങ്ങനെ പല ആൾക്കാരും ഉണ്ടാവും. അവർക്ക് സമയത്തിൻ്റെ കൺസ്ട്രെയിൻസ് വളരെയധികം ഉണ്ടാവും. ഈ 75 ദിവസം അല്ലെങ്കിൽ 80 ദിവസത്തിൽ എങ്ങനെ കവർ ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെ അവരൊന്നും വറി ചെയ്യേണ്ട, വി ഹാവ് ഗോട്ട് യു കവേർഡ്. ഇപ്പൊ ടൈം ആണല്ലോ നമ്മുടെ ഗ്രേറ്റസ്റ്റ് എന്താ പറയുക, ഒരു കൺസ്ട്രെയിൻറ്റും ഗ്രേറ്റസ്റ്റ് ബെനിഫിറ്റും ടൈമാണ്. സോ നമ്മൾ കേസ് മെൻറ്റർ ആക്ച്വലി നേരത്തെ തന്നെ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ എക്സാം വരുന്നു പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ 17-ാം തീയതി തുടങ്ങിയ ജനുവരി ഡിഗ്രി പ്രിലിംസ് ബാച്ച് സത്യം പറഞ്ഞാൽ നമ്മൾ ഏപ്രിൽ 5-ന് തന്നെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നുള്ള രീതിക്കാണ് തുടങ്ങിയത്. ഇപ്പോഴത്തെ ഈ സാഹചര്യം കണക്കിലെടുത്ത് വീണ്ടും ജനുവരി 17-ന് തുടങ്ങിയ ആ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു ഹെൽപ്പ് വേണം, അതായത് തന്നെ പഠിക്കാൻ സമയക്കുറവുള്ളവർ, അവരെയൊക്കെ എന്താണ് തീർച്ചയായിട്ടും നമ്മുടെ അടുത്തേക്ക് വരിക. ഈ ബാച്ചിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ കൃത്യമായ ഒരു ഐഡിയ ഞാൻ തരാം. അപ്പോൾ ഈ ബാച്ചിൽ ഈ സമയക്കുറവുള്ളവരുടെ കാര്യം ഞാൻ എടുത്തു പറയാം. അല്ല തന്നെ പഠിക്കുന്നവരാവട്ടെ ആരും ആവട്ടെ, കൃത്യമായിട്ട് ഇത്രയും വലിയൊരു സിലബസ് കറക്റ്റായിട്ട് അപഗ്രഥനം ചെയ്ത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ സഹായമുണ്ടെങ്കിൽ, എക്സാം എക്സ്പേർട്സിൻ്റെ സഹായമുണ്ടെങ്കിൽ, സബ്ജക്റ്റ് എക്സ്പേർട്സിൻ്റെ സഹായമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ്. അൾട്ടിമേറ്റ്ലി നമ്മളുടെ ലക്ഷ്യം എന്താണ്, ജോലി ക്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ആദ്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുക ഫുൾ ഡെപ്ത് സിലബസ് കവറേജ് ആണ്. ഈ സിലബസ് വളരെ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോടുകൂടി നിങ്ങളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വിട്ടേക്കും. അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു തരുന്ന കാര്യമായിരിക്കും. ആൻഡ് ടു നോട്ടീസ്, എല്ലാ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് അതിനോടനുബന്ധിച്ച് എന്താ ഡെയിലി ക്വിസ് ഉണ്ടാവും. ഓരോ സെക്ഷൻ, ഓരോ ക്ലാസ് കഴിയുമ്പോഴും ആ ക്ലാസ്സിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാൻ അതിനോടനുബന്ധിച്ച് ക്വിസ് ഉണ്ടാവും എല്ലാ ക്ലാസ്സിൻ്റെ കൂടെ. ഇനി അതുകൂടാതെയോ വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും, മന്ത്ലി ടെസ്റ്റ് ഉണ്ടാവും. ഈ മന്ത്ലി ടെസ്റ്റ് തന്നെ റിവിഷൻ ടെസ്റ്റിൻ്റെ രൂപത്തിലായിരിക്കും. ഇപ്പോൾ എല്ലാ ആഴ്ചയും, ഇപ്പോൾ ഒരാഴ്ച നമ്മൾ എല്ലാ ദിവസവും പഠിച്ചു കഴിഞ്ഞാൽ എന്താ, നമ്മൾ അതാത് ക്ലാസ്സിൻ്റെ കൂടെ ക്വിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളത് പഠിക്കുന്നുണ്ട്. കൂടാതെ എന്താ, ഒരാഴ്ച ആകുമ്പോഴേക്കും നമുക്കിപ്പോൾ 6-7 ദിവസമാവും അല്ലേ. അപ്പോൾ 6-7 സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ അക്യൂമുലേഷൻ ആയിട്ട് എന്താ, അത്രയും സബ്ജക്ട്സിനെ ബേസ് ചെയ്ത് ഒരു വീക്ക്ലി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നു. ഇനിയോ മന്ത്ലി ആകുമ്പോൾ ആ മാസം മുഴുവൻ പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്ത് നമ്മൾ മന്ത്ലി ടെസ്റ്റ് ആക്കുന്നു. കൈൻഡ് ഓഫ് റിവിഷൻ പോലെ 2 റിവിഷൻ ടെസ്റ്റാണ് നിങ്ങൾക്ക് മന്ത്ലി കിട്ടുന്നത്. ഇനി വേറെയോ, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാനോ സ്റ്റാൻഡേർഡ് ബുക്സ് റെഫർ ചെയ്യാനോ ചിലർക്ക് എന്താണ്, ചിലപ്പോൾ ക്ലാസ്സിൽ തന്നെ ലെക്ചർ നോട്ട് എഴുതാൻ പറ്റണമെന്നില്ല. ഇപ്പൊ പലരും എന്താണ്, ജോലിക്ക് ഇരിക്കുന്നതിന്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ് കേൾക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്കായിരിക്കും. അവരെയൊക്കെ എല്ലാവരെയും ഉദ്ദേശിച്ചാണ് സത്യം പറഞ്ഞാൽ എന്താ, ഹാൻഡ് ഔട്ട്സ് നമ്മൾ തന്നെ നിങ്ങൾക്ക് ഹാൻഡ് ഔട്ട്സ് തരുന്നുണ്ട്. അതാത് ക്ലാസ്സിന്റെ ഹാൻഡ് ഔട്ട്സ് നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള ഈസിനെസ്സിനും കൂടെ വേണ്ടിയാണ് അങ്ങനെ ഒരു ഹാൻഡ് ഔട്ട്സ് നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് തരുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഒരു ഓൾ കേരള ലെവൽ ടെസ്റ്റ് സീരീസും നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. നിങ്ങൾ എവിടെ നിൽക്കുന്നു ഈ ഒരു കോമ്പറ്റീഷനിൽ, നിങ്ങളുടെ പൊസിഷൻ എങ്ങനെയാണ്, നമ്മൾ പുറത്തുള്ളവരോടും എല്ലാവരോടും കമ്പീറ്റ് ചെയ്യുമ്പോഴേ സത്യം പറഞ്ഞാൽ എങ്ങനെയാവുള്ളൂ, നമ്മളുടെ കോമ്പറ്റീറ്റീവ് ലെവൽ എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡെഫിനറ്റ്ലി ഒരു ഓൾ കേരള ലെവൽ ടെസ്റ്റ് സീരീസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ അടുത്തതായിട്ട് ഈ പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ് ആണ് കോമൺ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം. അതായത് നമുക്കിപ്പോൾ എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എന്താ, നമുക്ക് ടെൻഷൻ ആവാം, നമുക്ക് മോട്ടിവേഷൻ കുറഞ്ഞു പോവാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവാം. അപ്പോൾ പലപ്പോഴും നമ്മളെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയിട്ട് എന്താണ്, നിങ്ങൾക്കൊരു മെൻറ്റേഴ്സിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് എപ്പോഴും തോന്നിയിട്ടില്ലേ? സോ ഇവിടെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ എന്താണ്, എല്ലാ 2 ആഴ്ചകളിലും കൂടുമ്പോൾ എന്താ, അവരോട് നമ്മൾ മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് ഗ്രൂപ്പ് മെൻറ്റർഷിപ്പ് സെഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അവരോട് സംസാരിക്കാറുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇനി മുമ്പോട്ട് പോകേണ്ടത്, അവരുടെ ഫ്യൂച്ചർ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം, അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ എന്താണ് ഈ ഗ്രൂപ്പ് മെൻറ്റർ സെഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ എന്താ നമ്മുടെ ഇവിടുത്തെ ഡിഗ്രി ബാച്ചസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ആർക്കെങ്കിലും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. സോ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ടൈമാണ് നമ്മുടെ ഏറ്റവും വലിയ കൺസ്ട്രെയിൻ. സോ ടുമോറോ വിൽ ബി വെരി ലേറ്റ്. ഇറ്റ്സ് നൗ ഓർ നെവർ. ചിലപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് പിന്നീട് ഒരിക്കൽ കിട്ടണം എന്നില്ല. പലർക്കും ഏജ് ഓവർ ആവാം, അല്ലെങ്കിൽ എപ്പോഴാണ് ഇനി ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു എക്സാം എഴുതാൻ പറ്റുക നമുക്കറിയില്ല. സോ ഒരു ഗസറ്റഡ് റാങ്കിൽ ജോലി ചെയ്യാനുള്ള നിങ്ങളുടെ സ്വപ്നം പൂവണിയാൻ വേണ്ടി ഒന്നുമില്ല, ഞങ്ങളെ സമീപിക്കുക. ഞങ്ങളുടെ സ്റ്റുഡൻസിൽ 5-ൽ സർക്കാർ ജോലിയിൽ എത്തിച്ചു എന്നുള്ളത് KS മെൻറ്ററിൻ്റെ ചരിത്രപരമായ നേട്ടമാണ്. സോ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് ഒരു ചവിട്ടുപടിയാവാൻ തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കുക. ഞങ്ങളോടൊപ്പം വരിക, ഞങ്ങളോട്
ഞങ്ങളോടൊപ്പം വളരുക. ആൻഡ് എല്ലാവർക്കും ഈ വരുന്ന കോമൺ ഡിഗ്രി പ്രിലിംസിന് ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായി തയ്യാറെടുക്കുക. എല്ലാവരും മികച്ച ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ വേണ്ടി ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഗൈസ് ആൻഡ് താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.